നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സൈബർ ഇടത്തെ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തന്റെ 13-കാരിയായ മകൾക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച് ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ. മാസങ്ങൾക്ക് മുൻപ് ഒരു ഓൺലൈൻ ഗെയിമിലൂടെ തന്റെ 13-കാരിയായ മകളോട് നഗ്നചിത്രം ചോദിച്ച് ഒരാൾ മെസ്സേജ് അയച്ചതായി അക്ഷയ് കുമാർ പറഞ്ഞു. മുംബൈയിൽ മഹാരാഷ്ട്ര പോലീസ് ആസ്ഥാനത്ത് നടന്ന സൈബർ ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് അക്ഷയ് കുമാർ മകൾക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് സംസാരിച്ചത്. സൈബർ ഇടത്തെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നടൻ ചൂണ്ടിക്കാട്ടി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലുണ്ടായ ചെറിയ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ മകൾ ഒരു വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. മറ്റുള്ളവരുമായി കളിക്കാനാവുന്ന പല ഗെയിമുകളുമുണ്ട്. അപരിചിതനായ ആളുകളുമായിട്ടായിരിക്കും അതിൽ നിങ്ങൾ കളിക്കുക. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു മെസ്സേജ് വന്നു. നീ ആണാണോ പെണ്ണാണോ എന്നായിരുന്നു അപ്പുറത്തു നിന്നുള്ള ചോദ്യം. എങ്കിൽ നിന്റെ നഗ്ന ചിത്രങ്ങൾ അയക്കൂ എന്നായിരുന്നു അയാളുടെ അടുത്ത മെസ്സേജ്. അവൾ ഉടൻ തന്നെ എല്ലാം ഓഫ് ചെയ്ത് ഓടി വന്ന് എന്റെ ഭാര്യയോട് കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് ഓരോന്നും സംഭവിക്കുക. ഇതൊരു സൈബർ കുറ്റകൃത്യമാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും 7 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഒരു പീരീഡ് സൈബർ ക്രൈമുകളെ കുറിച്ചും സൈബർ ഇടത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാനായി മാറ്റിവെക്കണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. അവർ അതേക്കുറിച്ച് മനസ്സിലാക്കണം. തെരുവ് കുറ്റകൃത്യങ്ങളെക്കാൾ വലുതായി ഈ കുറ്റകൃത്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കുറ്റകൃത്യം അവസാനിപ്പിക്കേണ്ടത് പ്രധാനമാണ്, അക്ഷയ് കുമാർ വിശദമാക്കി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായി തുടരാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈബർ വിദ്യാഭ്യാസം ഒരു പാഠ്യവിഷയമായി ഉൾപ്പെടുത്തണമെന്നും താരം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, DGP രശ്മി ശുക്ല, നടി റാണി മുഖർജി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.